അദ്ദേഹം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സായിട്ടില്ല. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടൊരു വ്യക്തിയാണ്, ഒരു മുൻ മന്ത്രിയുടെ മകനാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജൊക്കെ പുള്ളിക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത്. സാധാരണ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഡ്രൈവിംഗ് ലൈസൻസിന് 18 വയസ്സ് വേണം. അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ അത് വിവാദമായതിനു ശേഷം അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തു, ഞാനല്ല ലൈസൻസ് എടുത്തത്, എനിക്ക് ലൈസൻസ് തന്ന ആൾക്കാരാണ് ഉത്തരവാദിയെന്ന്. പിന്നെ MLA എന്നുള്ള ഒരു വാക്കും കൂടി, ഒരു ഇതും കൂടി അതിൽ ലൈസൻസിൽ എഴുതിയിട്ടുണ്ട്. ഗണേഷ് കുമാർ MLA. സാധാരണഗതിയിൽ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ആ ഫയല് തന്നെ ആ ബുക്കിൽ, ആ RTO ബുക്കിൽ ഉണ്ടോ എന്നുള്ളത് തന്നെ ഇനി സംശയമാണ്. കാരണം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾ കീറാനും കീറിക്കാനുമൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഒരു തെറ്റ് മാത്രമല്ല, 3 ഗുരുതരമായ തെറ്റുകളാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. നമസ്കാരം. മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് എങ്ങനെയാണ് 18 വയസ്സ് തികയുന്നതിന് മുൻപ് ലൈസൻസ് ലഭിച്ചത്? അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം, അതായത് ലൈസൻസിൽ MLA എന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈയൊരു വിഷയത്തിൽ അടിയന്തര നടപടിക്കൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. എന്തായാലും പേരിനൊപ്പമുള്ള MLA എന്നുള്ളതടക്കമുള്ളവ നീക്കം ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിനെതിരെ പരാതി നൽകിയ പായ്ച്ചിറ നവാസ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. അതായത് 1966 മെയ് 25-നാണ് ഗണേഷ് കുമാർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിലും ഒക്കെ ഉള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ അദ്ദേഹം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സായിട്ടില്ല. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ടൊരു വ്യക്തിയാണ്, ഒരു മുൻ മന്ത്രിയുടെ മകനാണ്. അപ്പോൾ ആ ഒരു പ്രിവിലേജൊക്കെ പുള്ളിക്ക് കിട്ടി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് ബോധ്യമാകുന്നത്. അതായത് 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സാകുന്നതിന് മുന്നേ അദ്ദേഹം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. സാധാരണ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഡ്രൈവിംഗ് ലൈസൻസിന് 18 വയസ്സ് വേണം. അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ അത് വിവാദമായതിനു ശേഷം അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്തു, ഞാനല്ല ലൈസൻസ് എടുത്തത്, എനിക്ക് ലൈസൻസ് തന്ന ആൾക്കാരാണ് ഉത്തരവാദിയെന്ന്. അതനുസരിച്ചുകൊണ്ട് ഞാൻ പരാതി കൊടുത്തു. എൻ്റെ പരാതിയിൽ പിന്നെ ഈ 18 വയസ്സ് ആകുന്നതിന് മുമ്പ് ലൈസൻസ് എടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈസൻസിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഗണേഷ് കുമാർ MLA, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം എന്നാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ആണ് പുതിയ ലൈസൻസ് പുതുക്കിയിരിക്കുന്നത്. അപ്പോൾ അന്ന് കൊടുത്ത അഡ്രസ്സ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ അഡ്രസ്സാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വരുന്ന കത്തുകൾ ഇതനുസരിച്ച് ഞാൻ കൊടുത്ത 2 പരാതി അനുസരിച്ച് 2 കത്തുകൾ അദ്ദേഹത്തിന് കൈമാറിയപ്പോൾ 2 കത്തും വന്നത് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിക്കാണ്. കാരണം അതിൽ ആ അഡ്രസ്സിൽ, ആ ലൈസൻസിലുള്ള അഡ്രസ്സിലല്ലേ അയക്കാൻ പറ്റൂ. അത് നോക്കുമ്പോൾ അങ്ങനെയാണ്. പിന്നെ MLA എന്നുള്ള ഒരു വാക്കും കൂടി, ഒരു ഇതും കൂടി അതിൽ ലൈസൻസിൽ എഴുതിയിട്ടുണ്ട്. ഗണേഷ് കുമാർ MLA. സാധാരണഗതിയിൽ അങ്ങനെ വരാൻ പാടില്ല. പേരും നമ്മുടെ അഡ്രസ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഈ അഡ്രസ്സ് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ അഡ്രസ്സ്. അപ്പോൾ ഇത് ഞാൻ പരാതി കൊടുത്തു, ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുത്തു, ട്രാൻസ്പോർട്ട് വകുപ്പിന് പരാതി കൊടുത്തു, ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. കമ്മീഷണറുടെ അന്വേഷണത്തിൽ ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ട്രാൻസ്പോർട്ട് വകുപ്പ്, അതായത് ട്രാൻസ്പോർട്ട് RTOയ്ക്ക് സംഭവിച്ച വീഴ്ചയാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഉത്തരവ് നൽകി. അതായത് ഈ 18 വയസ്സാകുന്നതിന് മുന്നേ ലൈസൻസ് കൊടുത്തത് ആരാണ് എന്ന് കണ്ടുപിടിക്കണം. കാരണം 10-30 വർഷങ്ങൾക്ക്, 40 വർഷങ്ങൾക്ക്, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമെന്ന് പറയുമ്പോൾ അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. അന്നെല്ലാം പേപ്പറിലും മറ്റേ ബുക്കിലുമാണ് എല്ലാം എഴുതി സൂക്ഷിക്കുന്നത്. ഇപ്പോഴാണ് ഒരു 15 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയത്. അപ്പോൾ ആ ഫയല് തന്നെ ആ ബുക്കിൽ, ആ RTO ബുക്കിൽ ഉണ്ടോ എന്നുള്ളത് തന്നെ ഇനി സംശയമാണ്. കാരണം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾ കീറാനും കീറിക്കാനുമൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം കീറാനും കീറിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പേപ്പർ കീറാനോ
അല്ലെങ്കിൽ ആ പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ട് എഴുതിയിരിക്കുന്ന ഭാഗത്ത് 2 തുള്ളി മഷി ഒഴിക്കാനോ, അല്ലെങ്കിൽ ആ പഴയ പേപ്പറായിരിക്കും, 50 വർഷത്തിന് മുമ്പുള്ള പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ പഴയ ബുക്കായിരിക്കും, അതിൽ ശകലം ഒന്ന് എടുത്ത് മായ്ച്ചു കളയാനോ ഒന്നും താമസമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു തെറ്റ് മാത്രമല്ല, 3 ഗുരുതരമായ തെറ്റുകളാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ നോക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ കൊടുത്ത ഡ്രൈവിംഗ് ലൈസൻസാണ്. പിന്നെ MLA എന്നുള്ള ഒരു പ്രിവിലേജ് അതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ പുതിയ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തേക്കുന്ന അഡ്രസ്സ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അഡ്രസ്സാണ്. പിന്നെ അദ്ദേഹത്തിനോട് ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയും ഇവിടുത്തെ പല മുഖ്യമന്ത്രിയുടെ മക്കളും പാസ്പോർട്ട് എടുത്തതും കമ്പനി തുടങ്ങിയതൊക്കെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സിലാണെന്ന് അദ്ദേഹത്തിനോടെങ്കിൽ പറയാം. അതുപോലെ പല പൊതുപ്രവർത്തകരും പല രാഷ്ട്രീയക്കാരും പാസ്പോർട്ട് എടുത്തേക്കുന്നത് PWD ഗസ്റ്റ് ഹൗസിൻ്റെ പേരിലൊക്കെയാണ്. അവിടുത്തെ അഡ്രസ്സ് കൊടുത്താണ് പല ആൾക്കാരും പാസ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുരുതരമായ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. അപ്പോൾ ഈ പരാതിയിൽ, എൻ്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അന്വേഷണം നടക്കട്ടെ, നമുക്ക് നോക്കാം. പക്ഷേ ഗുരുതരമായ തെറ്റാണ് എന്ന് പ്രാഥമികമായിട്ട് അവർ കണ്ടെത്തി. എന്തായാലും മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഗതാഗത വകുപ്പ് നിലവിലിപ്പോൾ ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടിയെടുക്കാൻ സൗത്ത് സോൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഗതാഗത കമ്മീഷണർ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലൈസൻസിലെ പേരിനൊപ്പമുള്ള MLA എന്ന പദവി നീക്കം ചെയ്യാനും ഡാറ്റാബേസിലെ പേര് ഉടനടി തിരുത്തുന്നതിനും ലൈസൻസിംഗ് അതോറിറ്റിക്ക് ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകും. ഇതിനൊപ്പം തന്നെ പ്രായപൂർത്തിയാകും മുന്നേ 18 വയസ്സ് ആകുന്നതിന് മുൻപ് ഗണേഷ് കുമാറിന് ലൈസൻസ് നൽകി എന്ന ആരോപണത്തിലടക്കം ശക്തമായ നടപടിക്ക് നിർദ്ദേശവുമുണ്ട്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് അക്കാലത്ത് ലൈസൻസ് അനുവദിച്ച ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് കണ്ടെത്താൻ ഗതാഗത വകുപ്പ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഈ ഉദ്യോഗസ്ഥനെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.